ഹലോ ഗൈസ്, നമ്മൾ ഈ കൊട്ട വെയിലത്ത് കുടയും പിടിച്ചുകൊണ്ട് ചിക്കൻ മേടിക്കാൻ പോയി. എല്ലാവരുടെ വീട്ടിലും ആഹാരം കഴിക്കാറായി. നമ്മൾ മേടിക്കാൻ പോണതേ ഉള്ളൂ. ഓട്ടോയൊന്നും വരുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു ഓട്ടോ കിട്ടിയായിരുന്നു കേട്ടോ. പിന്നെ ഈ ഷോപ്പിൽ നിന്ന് നമ്മൾ ആദ്യമായിട്ടാണ് ചിക്കൻ വാങ്ങുന്നത്. കല്ലറ താമസിച്ചിട്ട് ഇങ്ങനെ ഒരു സ്ഥലമുള്ള കാര്യം പോലും എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങോട്ടൊക്കെ പോകുന്നത്. അങ്ങനെ ചിക്കനൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് സാധാരണ ഈ ജോലികളൊക്കെ ഞാനാണ് ചെയ്യുന്നത് കേട്ടോ. ഇന്ന് ചെയ്യുന്നത് ആരാണെന്ന് നിങ്ങൾ കണ്ടോ? ഇത് ആദ്യമായി ചെയ്യുന്നതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലല്ലോ അല്ലേ? ദേവുവിന് പിന്നീടാണ് മനസ്സിലായ വലിയ പാടുള്ള പണിയാണ്. എനിക്ക് കുറച്ച് വർക്ക് ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഭാഗത്തോട്ടൊന്നും വരാത്തത്. സാധാരണ ഞാനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. പിന്നെ നമ്മുടെ മെയിൻ കുക്കായിട്ട് നമ്മുടെ വീട്ടിലെ പോരാളി ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ ചിക്കൻ വയ്ക്കുന്നതെല്ലാം അമ്മയാണ്. ഞാൻ ഈ ഭാഗത്തോട്ട് വന്ന് നോക്കിയിട്ട് പോലും ഇല്ല. അതുപോലെ തന്നെ നമ്മുടെ ഷോർട്സ് ഒരുപാട് പേര് കാണുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾ ഒരുപാട് പേരുടെ കയ്യിൽ വീഡിയോ എത്തുന്നത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് വലിയൊരു കാര്യമാണ്. കാരണം വെച്ചാൽ ഇത്രയും പേരുടെ അടുത്തെങ്കിലും എൻ്റെ വീഡിയോ എത്തുന്നുണ്ടല്ലോ എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനി തുടർന്നുള്ള വീഡിയോയ്ക്കും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എല്ലാവരും കൂടെ ഉണ്ടാകണം, സപ്പോർട്ട് തരണം. അതുപോലെ തന്നെ നമ്മൾ ചിക്കൻ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയപ്പോൾ ഒരുപാട് ലേറ്റ് ആയിരുന്നു. അപ്പോൾ തിരിച്ച് വന്നപ്പോഴും ഏകദേശം ഉച്ചയായി. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനും അമ്മയെ സഹായിക്കാനും എന്നുള്ള സമയം കിട്ടാത്തതുകൊണ്ട് ദേവുവാണ് അമ്മയെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇതെല്ലാം ദേവു ആദ്യമായിട്ടാണ് ഏട്ടാ ചെയ്യുന്നത്. ദേവുവിനെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇന്ന് എങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തു, കുഴപ്പമില്ല. എന്തോ നല്ല സന്തോഷത്തിലാണ് എല്ലാം ഇരുന്ന് ചെയ്ത് കൊടുത്തത്. പിന്നെ ക്യാമറാമാൻ വേറെ ആരുമല്ല, ആച്ചൂസാണ്. അതിൻ്റെ എല്ലാ പോരായ്മകളും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ കഴിയും. എല്ലാവരും ക്ഷമിക്കണം. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ആ വർക്ക് കംപ്ലീറ്റ് ആക്കി അത് സ്റ്റിച്ച് ചെയ്ത് അതിൻ്റെ പിറ്റേന്ന് തീർക്കാനുള്ളതായതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിനായിട്ടിരുന്നത്. പിന്നെ ചിക്കൻ മേടിച്ചാൽ നമ്മുടെ വീട്ടിൽ തൈര് മസ്റ്റാണ്. പക്ഷെ തൈര് വാങ്ങിച്ചാൽ ഒരു കാര്യമുണ്ട്. തൈര് വാങ്ങിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ വീട്ടിലെ അവസ്ഥ. പകുതി മാത്രമേ നമുക്ക് ഈ സലാഡ് ഉണ്ടാക്കാനായിട്ട് കിട്ടാറുള്ളൂ. ബാക്കി പകുതി എങ്ങോട്ട് പോകുമെന്ന് നിങ്ങളിപ്പോൾ കണ്ടു. തൈര് എനിക്ക് ഇഷ്ടമാണെന്ന് നമുക്ക് അറിഞ്ഞുവിടെ. എവിടെ തൈര് കുടിക്കുന്ന നല്ല പണിയില്ല. ഞാൻ തൈര് കുടിക്കുന്നു. അടുക്കളയിൽ നിന്ന് ചിക്കനും സലാഡും കിഴങ്ങും ഒക്കെ ആയാലും എൻ്റെ പണി കഴിയില്ല. ഞാൻ പറഞ്ഞത് കറക്റ്റാണ് ഗൈസ്. കാരണം എന്ന് വെച്ചാൽ അത് കുറച്ച് പാടുള്ള വർക്കായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ലെയർ പോലും ആ സമയത്ത് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഒരു മൂന്ന് മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. 3 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചത്. കാരണം ലേറ്റ് ആയിട്ടായിരുന്നു സാധനങ്ങളെല്ലാം വാങ്ങിക്കൊണ്ട് വന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായി. ഈ ചോറ് കഴിക്കാനിരുന്നപ്പോൾ തന്നെ എൻ്റെ വർക്ക് അവിടെ പകുതി പോലും ആയില്ല. ഒരു ലെയർ പോലും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. കാരണം അത്രയ്ക്കും ഹെവി ആയിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിച്ചു. പക്ഷേ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ദേവുവിന് ഒരു പണി കിട്ടി. അത് നിങ്ങൾ വഴിയേ കണ്ടു. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ചെറിയ ചെറിയ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ദേവുവിന് കിട്ടിയ പണി എന്താണെന്ന് കാണണ്ടേ? കണ്ടോളൂ. എന്ത് പറ്റി ദേവു? സലാഡ് കാരണം മുളക് പാവം ദേവുട്ടി മുളക് തിന്നു ഗൈസ്. ദേവ ചേച്ചി ഒരു ഐസ്ക്രീം മേടിച്ചിരുന്നു. അപ്പം അത് ശരിയാണ്. അതിൻ്റെ പേര് എനിക്ക് ഐസ്ക്രീം കിട്ടില്ല. അപ്പോൾ ഓക്കെ, അടുത്ത വിശേഷങ്ങളുമായി വീണ്ടും വരാം. ഓക്കെ, ബൈ ഗൈസ്.